Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് ഡൈനാമിക്സ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലായിട്ട് ഇരിക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത്? പലപ്പോഴും നമുക്കൊരു സെക്യൂരിറ്റിയോ എസ്റ്റീമോ അഫിലിയേഷനോ പവറോ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ആവാനുള്ള റീസൺ സെക്യൂരിറ്റി ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് റീസൺ ഇത് തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്യൂരിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റീം ആണ്. എസ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എൻ്റർ ആവുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ നീഡ്സ് ഒക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള ആളുകളുമായി എൻജോയ് ചെയ്യാനും റെഗുലർ ഇൻട്രാക്ഷൻ ഉണ്ടാവുകയും അപ്പോൾ അതുവഴി ആ ഒരു മെമ്പർഷിപ്പ് നമുക്ക് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അഫിലിയേഷൻ ആണ്. അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓപ്പർച്യൂണിറ്റി ഹാവ് റെഗുലർ കമ്പനി വിത്ത് ദോസ് വിത്ത് ഹും ദേ ആർ ഷെയറിങ് സംതിങ് കോമൺ ആയിട്ടുള്ള ആശയങ്ങളെ ഷെയർ ചെയ്യാൻ ഒരു ഗ്രൂപ്പിൽ നമുക്ക് ഒരു സാഹചര്യം റെഗുലറായിട്ട് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരേ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരേ ഹോബീസ് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും എപ്പോഴും ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫ്രണ്ട്ലി ഇൻട്രാക്ഷനോ ഒരു ഫ്രണ്ട്ഷിപ്പ് അറ്റൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവാനോ എന്നൊക്കെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് പവറാണ്. പവർ എന്ന് പറയുന്നത് നമ്പേഴ്സ് കൂടുന്തോറും അതിൻ്റെ ഒരു സ്ട്രെങ്ത് അവിടെ കൂടുകയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതുവഴി അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ് ഐഡൻറ്റിറ്റിയാണ്. ഓരോ ഗ്രൂപ്പ് നമുക്ക് അറിയപ്പെടുന്ന ഗ്രൂപ്പുകളിലെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ മെമ്പർ ആവുമ്പോൾ നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി തന്നെ അവിടെ വ്യത്യസ്തമാവുക ചെയ്യുന്നത്. ഗ്രൂപ്പ് മെമ്പേഴ്സ് എപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് എക്സ്റ്റേണൽ സെർച്ച് ഫോർ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ആരാണ് നമ്മൾ ഓരോരുത്തരും, വൺ സെൽഫ് എന്താണ്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ മറ്റുള്ളവർ നോക്കി കാണുന്നു, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ ലോകത്തെ കാണുന്നു ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട്, അങ്ങനെ കമ്പാരിസനും അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി അവിടെ വരുന്നു എന്നുള്ളതാണ്. ആറാമത്തെ പോയിന്റ് ഹഡ്ലിംഗ് എന്നാണ്. ഹഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദ ഇൻഫോർമൽ ഗെറ്റ് ടുഗെദർ കണ്ടക്റ്റഡ് ബൈ എക്സിക്യൂട്ടീവ്സ്. നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നല്ല, പക്ഷേ എക്സിക്യൂട്ടീവ്സ് പെട്ടെന്ന് തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഗെറ്റ് ടുഗെദേഴ്സ് വരിക. അങ്ങനെ വരുന്ന സമയത്ത് എമർജൻസി മാറ്റേഴ്സൊക്കെ ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുക. അതുപോലെ റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചുവപ്പ് നാടാന്ന് പറയും, ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. അതേപോലെ ഹൈറാർക്കിക്കൽ ചാനൽ കമ്മ്യൂണിക്കേഷനും എല്ലാം കറക്റ്റായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഏഴാമത്തേൽ ടാസ്ക് ഫങ്ഷൻസ് ആണ്. ടാസ്ക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ ടാസ്കും എങ്ങനെ ചെയ്യണം, പുതിയ ഐഡിയാസ് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം, കോർഡിനേഷൻ എങ്ങനെയാണെന്നുള്ളത്, ടീച്ചിങ് മെത്തേഡ്സ് ന്യൂ കമേഴ്സിന് എങ്ങനെ കൊടുക്കണം, ഇംപ്ലിമെൻറ്റേഷൻ കോംപ്ലെക്സ് ആയിട്ട് ഡെസിഷൻ എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം, കോംപ്ലെക്സ് ടാസ്ക് വിച്ച് കനോട്ട് ബി പെർഫോംഡ് ഇൻഡിവിജ്വലി, ഇതൊക്കെയാണ് ടാസ്ക് ഫംഗ്ഷനിൽ പറയുന്നത്. പിന്നെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് വരുമ്പം ഒരു പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ ഒരു പൂൾ ടാലൻറ്റ് നോളജ് പവർ ഇതെല്ലാം കൂടി നമുക്കൊരു നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് നോംസ് ആണ്. ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ബിലീവ്സ് ഉണ്ടായിരിക്കും ഒരു ഗ്രൂപ്പിന്, ഫീലിങ്സ് ഉണ്ടാവാം, ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. അതെല്ലാം കോമൺലി ഷെയർഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സിലായി. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ബിലീഫിനും ഫീലിങ്ങിനും ആറ്റിറ്റ്യൂഡിനും ഇമ്പോർട്ടൻസ് ആണ് നോം കൊണ്ട് ഉദ്ദേശിച്ചത്. നോംസ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്, ബിഹേവിയർ എങ്ങനെ വേണം. ഈ ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർ ആവുമ്പം ഈ ഒരു ഗ്രൂപ്പിന് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെയാണ് ആ മെമ്പേഴ്സ് അവിടെ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രോപ്പർ വേ ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, വിച്ച് ഈസ് ആക്സെപ്റ്റഡ് ആസ് ലെജിറ്റിമേറ്റഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തീരുമാനം എടുക്കുന്നതാണ് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ എവിടെയൊക്കെ പങ്കെടുക്കാം, എന്തൊക്കെ ചെയ്യാം, അങ്ങനെ കുറേ റൂൾസ് അവിടെ പറയുന്നുണ്ട്. അതിൽ കൈൻഡ്സ് ഓഫ് ബിഹേവിയർ വാട്ട് ആർ എക്സ്പെക്റ്റഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ എങ്ങനെ ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കണം, പെരുമാറണം എന്നുള്ളതിനൊക്കെ തന്നെയാണ് ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്. നോംസ് എപ്പോഴും സമ്മറൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് പ്രോസസ്സിനെ നമുക്ക് ഒന്നുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. എപ്പോഴും ഒരു ബിഹേവിയറിൻ്റെ കേസിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഒരു പ്രൈവറ്റ് തോട്ടിനെയോ ഫീലിങ്സിനെയോ ഒക്കെ ഇതേപോലെ ആവണമെന്ന് പറയാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ബേസിസിൽ നമുക്ക് പറയാമെന്നുള്ളത്. നോംസ് ആർ ജനറലി ഡെവലപ്ഡ് ഓൺലി ഫോർ ബിഹേവിയേഴ്സ്. ഈ നോംസ് എപ്പോഴും ജനറലി ഡെവലപ്പ് ചെയ്യുന്ന ബിഹേവിയേഴ്സിനാണ്, വിച്ച് ആർ കൺസിഡർ ആസ് ഇമ്പോർട്ടൻറ്റ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാത്രമാണ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നോംസ് എന്ന് പറയുന്നത് യൂഷ്വലി ഡെവലപ്പ് ഗ്രാജുവലി. നോമുകളിൽ എപ്പോഴും എന്താണ് പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, ഗ്രാജുവലായിട്ട് വരുന്നതാണ്. ബട്ട് ദ പ്രോസസ് ക്യാൻ ബി ഷോർട്ട് ആൻഡ് ഇഫ് മെമ്പേഴ്സ് ഓ ഡിസയർ. മെമ്പേഴ്സിന് എന്തുമാത്രം ചെയ്യാം, അതിൻ്റെ പ്രോസസ്സിനെ വേണമെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറുതാക്കി
ഒരു ലോങ് ടേമിലേക്കല്ലാണ്ട് ഷോർട്ട് പീരീഡിലേക്കൊക്കെ അതിനെ കട്ട് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അഞ്ചാമത്തത് നോട്ട് ഓൾ നോംസ് അപ്ലൈ ടു എവരി വൺ. ചിലപ്പം ആ പറയുന്ന എല്ലാ കാര്യങ്ങളും ആ ഗ്രൂപ്പിലത്തെ എല്ലാവർക്കും ബാധകമായ കാര്യങ്ങളായിക്കൊള്ളുന്നില്ല. ഹൈ സ്റ്റാറ്റസ് മെമ്പേഴ്സിന് കൂടുതൽ ഫ്രീഡം ഉണ്ടായിരിക്കും ടു ഡീവിയേറ്റ് ഫ്രം ലെറ്റർ ഓഫ് ദ ലോ ദാൻ ഡു അതർ മെമ്പേഴ്സ്. മറ്റുള്ള മെമ്പേഴ്സിനെക്കാട്ടിലും കുറച്ചൊരു ഫ്രീഡം അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും എല്ലാ നിയമവും ഒരുപോലെ പാലിക്കണം എന്നുള്ളതും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി എത്ര തരത്തിലാണ് ഗ്രൂപ്പ് നോംസ് ഉള്ളത്, അതിൻ്റെ ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് ബിഹേവിയർ നോംസ് എന്ന് പറയുന്നുണ്ട്. ബിഹേവിയർ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ദാറ്റ് സ്റ്റാൻഡർഡൈസ് ഹൗ ഇൻഡിവിജ്വൽ വൈൽ വർക്കിംഗ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ഒരു ദിവസത്തിൽ നമ്മൾ അവിടെ കൂടി നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇൻഡിവിജ്വൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ബിഹേവിയർ നോംസ് എന്ന് പറയുന്നത്. For examples, do not come to committee unless you have read the reports to be discussed. നിങ്ങൾ വായിച്ച റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്മിറ്റി മീറ്റിങ്ങിൽ വരണം എന്നില്ല. അങ്ങനെ അപ്പോൾ അവിടെ മെയിനായിട്ട് റിഫ്ലക്റ്റ് മോട്ടിവേഷനും കമ്മിറ്റ്മെൻറ്റും അതേപോലെ തന്നെ ഹൈ ലെവൽ പെർഫോമൻസിലേക്ക് എത്തുന്ന കാര്യം, അതൊക്കെയാണ് ബിഹേവിയർ നോംസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പെർഫോമൻസ് നോംസ് ആണ്. ഇവിടെ പറയുന്ന റൂൾസ് ദാറ്റ് സ്റ്റാൻഡർഡൈസ് ദ ആൻഡ് എംപ്ലോയീസ് ഔട്ട്പുട്ട് ദാറ്റ് നമ്പർ ഓഫ് അവേഴ്സ് വർക്കഡ്. ഇവിടെ നോക്കുന്നത് എങ്ങനെയാണ് ഒരു എംപ്ലോയിയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് അവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബേസിൽ പറയുന്നതാണ് പെർഫോമൻസ് നോംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് നോംസ് വേണമെന്ന് പറയാൻ കാരണം, ഒന്ന് കണ്ടീഷൻസ് വേർ ഗ്രൂപ്പ് നോംസ് വിൽ ബി സ്ട്രോങ്ലി എൻഫോഴ്സ്ഡ്. നിർബന്ധമായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ അവിടെ ഊന്നി പറയുന്നതിൻ്റെ കാരണങ്ങൾ, ഒന്ന് ഗ്രൂപ്പ് സക്സസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ, പിന്നെ എംഫസൈസ് ചെയ്യാൻ ഓരോ ആളുകളുടെയും സ്പെസിഫിക് മെമ്പേഴ്സിൻ്റെയും റോൾ എന്താണെന്ന് എംഫസൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇഫ് ദ നോംസ് ഹെൽപ്പ് ദ ഗ്രൂപ്പ് ടു സോൾവ് ദ ഇൻ്റർപേഴ്സണൽ പ്രോബ്ലംസ് ദംസെൽസ്. പിന്നെ ഗ്രൂപ്പിലിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ടി വരുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോം കൺഫോമിറ്റി എന്ന് പറയുന്നത്. യുണീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോംസ് ഓഫ് വൺ ഗ്രൂപ്പ് കനോട്ട് ബി ഈസിലി മിക്സ്ഡ് വിത്ത് അനദർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ അവർക്കുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അവിടെ പറയുണ്ടാവും. വേറൊരു ഗ്രൂപ്പ് ഇതുപോലെ ഫോം ചെയ്യുക, അപ്പോൾ പക്ഷേ അവർ തമ്മിൽ ഒരിക്കലും എന്ത് ആയിക്കൊള്ളുന്നില്ല, ഒരേപോലെ മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അവിടെ പല കാര്യങ്ങളിലും വ്യത്യസ്തങ്ങൾ ഉള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് യുണീക്ക്നെസ് ഉണ്ടായിരിക്കും ഓരോ ഗ്രൂപ്പ് നോംസിലും എന്ന് പറയാനുള്ള കാരണം. നെക്സ്റ്റ് നോം കൺഫോമിറ്റി ആണ്. ചില ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എക്സേർട്ട് മോർ പ്രഷർ ഫോർ കൺഫോമിറ്റി ദാൻ അതർ ബിക്കോസ് ദ പേഴ്സണാലിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ചില ഗ്രൂപ്പിൽ കുറേ കാര്യങ്ങൾ കൺഫേം ചെയ്യും, ചിലവിടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ആ ഗ്രൂപ്പിൻ്റെ ഹിസ്റ്ററി, അതുപോലെ മെമ്പേഴ്സ് അവർ ഇമ്പോർട്ടൻറ്റ് റോൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ നോംസ് ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പാണ്. ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ ഇടയിൽ തന്നെ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇൻ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 2-3 ഗ്രൂപ്പുകളുടെ ഇടയിൽ വരുന്ന ആ ഒരു റിലേഷനെയാണ് അവിടെ പറയുന്നത്. ഇത്തരത്തിലുള്ള റിലേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത് പ്രധാനമായിട്ട് 4 തരത്തിലാണ്. ഒന്ന്, പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്, സീക്വൻഷ്യൽ ഉണ്ട്, റെസിപ്രോക്കൽ ഉണ്ട്, ടീം റിലേഷൻഷിപ്പ് ഉണ്ട്. പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴും ഓരോരുത്തരും പരസ്പരം മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. കാരണം ദേ ബിലോങ് ടു ദ സെയിം പാരൻ്റ് ഓർഗനൈസേഷൻ. ഒരേ ഓർഗനൈസേഷനിൽ തന്നെ ഒന്നിലധികം ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവരെല്ലാം ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ആ മെയിൻ പാരൻ്റ് ഓർഗനൈസേഷനാണ്. ഇറ്റ് ക്യാൻ ബി കോൾഡ്, ഇതിനെയാണ് പൂൾഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് തുടർച്ചയായിട്ട് ഒന്നിൻ്റെ തുടർച്ചയായിട്ട് അടുത്തത് വരികയാണെങ്കിൽ അതിന് സീക്വൻഷ്യൽ ഇൻ്റർഡിപ്പെൻഡൻസ് എന്ന് പറയും. കാരണം ആദ്യത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആവുമ്പോഴേ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് ഇതിനോട് കണക്റ്റഡ് ആണ്. മൂന്നാമത്തെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് പ്രിസീഡ്സ് ദ പെർഫോമൻസ് അതർ ഗ്രൂപ്പ്സ്, ദെൻ ദർ ഈസ് എ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ മാനേജ്മെൻറ്റ് ആൻഡ് യൂണിയൻ റിലേഷൻഷിപ്പ് ആർ ബോത്ത് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ഒരു ആക്ടിവിറ്റി ഒരു ഗ്രൂപ്പ് ചെയ്താൽ അടുത്തത് മറ്റേ ആക്ടിവിറ്റി അടുത്ത ഗ്രൂപ്പ്, അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഇൻ്റർഡിപ്പെൻഡൻസിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ടീം റിലേഷൻഷിപ്പാണ്. ഓരോ ഗ്രൂപ്പുകളുടെ ഓപ്പറേഷനും പ്രിസീഡ് ചെയ്ത് പോകും ആൻഡ് ആക്ട്സ് ആസ് എ പ്രീ റിക്വിസിറ്റ്സ് ഫോർ ഈവൻ എവറി അതർ ഗ്രൂപ്പ്സ് ഓപ്പറേഷൻ. ഏതൊരു ഗ്രൂപ്പും ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരാൾ അത് കംപ്ലീറ്റ് ആയി ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അതിനെയാണ് ടീം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദ ഇൻ്റർ റിലേഷൻഷിപ്പ് വിൽ അഫക്ട് ദ നേച്ചർ ഓഫ് ഇൻ്റർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. ഒരു ഇൻ്റർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർ ഗ്രൂപ്പ് ഓപ്പൺനെസ് ആൻഡ് കോപ്പറേഷൻ ആണ്. ഇവിടെ ഓർഗനൈസേഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓരോ ഗ്രൂപ്പുകളും എന്താണ് വളരെ കോപ്പറേറ്റ് ചെയ്ത് പോകണം ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ. അപ്പോൾ മാനേജ്മെൻറ്റ് ജോബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൺജിനൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം കോമ്പറ്റീഷൻ അവിടെ ഇല്ലാതെ ആവുന്നില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞ ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പിലെ കോമ്പറ്റേറ്റർ ആയിട്ടാണ് കാണേണ്ടത്. അതേപോലെ ഓരോ ഗ്രൂപ്പിലും എന്താണ് ലൈക്ക് ടു എക്സ്പീരിയൻസ് ഡിസ്റ്റോർഷൻ ഓഫ് പെർസെപ്ഷൻ, പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയായിരിക്കും ഓരോ ഗ്രൂപ്പും ഉണ്ടായിരിക്കുക. കാരണം അവിടെ കോമ്പറ്റേറ്റീവ്നെസ് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഹോസ്റ്റിലിറ്റി ഉണ്ടാവരുത്. ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് അതർ ഗ്രൂപ്പ് ഇൻക്രീസസ് ആൻഡ് വിച്ച് ലീഡ്സ് ടു റിഡക്ഷൻ. മറ്റുള്ള ഗ്രൂപ്പിനോടൊരു ശത്രുതാ മനോഭാവം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഒരു ഇൻ്റർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനും കമ്മ്യൂണിക്കേഷനൊക്കെ അത് കുറഞ്ഞു വരും. ഇഫ് ഗ്രൂപ്പ്സ് ആർ ഫോഴ്സ്ഡ് ഫോർ ഇൻട്രാക്ഷൻ, നിർബന്ധിതമായിട്ട് അവരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറയുകയാണെന്ന് വെച്ചാൽ ദേ വിൽ ഓൺലി ലിസൺ ടു ദെയർ ഓൺ റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ട്രൈസ് ടു ഫൈൻഡ് ഫോൾട്ട് വിത്ത് അതേഴ്സ്. അങ്ങനെ നിർബന്ധിക്കുകയാണ് അവരെ ഇൻട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവിനെ മാത്രം അവർ ലിസൺ ചെയ്യും. മറ്റുള്ളവരുടെയിലൊക്കെ തെറ്റുകൾ കണ്ടെത്താനാണ് അവർ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഗ്രൂപ്പ് നോം എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർമേഷൻ വേണമെന്ന് പറയാനുള്ള കാരണം, ഗ്രൂപ്പ് നോം എന്താണെന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ റീസൺ, പിന്നെ നോം കൺഫോമിറ്റി, യുണീക്ക്നെസ്, പിന്നെ ഇൻ്റർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് 4 ടൈപ്സ്, പിന്നെ പറഞ്ഞിരിക്കുന്ന ഇൻ്റർ ഗ്രൂപ്പ് ഓപ്പൺനെസ്സും കോപ്പറേഷനും എന്താണ്, ഇൻ്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്